ഇടുക്കി പന്നിയാർകുട്ടിയിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 2 മരണം. ദമ്പതികളായ ബോസ്, റീന എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. വിവരങ്ങളുമായി പ്രിൻസ് പി ജെയിംസ് ചേരുന്നു. പ്രിൻസ്, രാവിലെ തന്നെ ഈ ഒരു അപകട വാർത്തയോടെയാണ് ദിവസം തുടങ്ങുന്നത്. ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരിയാണ് മരിച്ച റീന എന്നറിയുന്നു. എപ്പോഴാണ് അപകടമുണ്ടായത്, എന്താണ് സംഭവിച്ചതെന്നാണ് പ്രാഥമികമായി എത്തിയിട്ടുള്ള നിഗമനം? തികച്ചും വേദനാകരമായ ഒരു വാർത്തയാണ് രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ രാത്രിയിലാണ് ഒരു സംഭവം നടന്നത്. ഈ ബീനാമോളുടെ സഹോദരിയും ഭർത്താവും വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം നടന്നത്. പൊന്മുടിക്ക് സമീപം, ഇടുക്കി പൊന്മുടിക്ക് സമീപം വളവിൽ കൊക്കയിലേക്ക് വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. വാഹനത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബീനയും ഭർത്താവ് ബോസും കഴിഞ്ഞ രാത്രി തന്നെ മരണപ്പെടുകയായിരുന്നു. അപ്പം ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് മൂന്നാമതുണ്ടായിരുന്ന ആൾ കൂടി മരണപ്പെട്ടു, ഡ്രൈവർ അടക്കമുള്ള മരണപ്പെട്ടു എന്ന കാര്യവിവരം കൂടി അറിയുന്നുണ്ട്. 3 പേരും മരണപ്പെട്ടു എന്ന് അറിയുന്നുണ്ട്. വലിയ കൊക്കയിലേക്കാണ് വാഹനം മറിഞ്ഞത്. ആ സമയത്ത് പ്രദേശത്ത് വെച്ച് തന്നെ 2 പേർ മരണപ്പെട്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം പരിക്കേറ്റ ആളെ ഇപ്പോൾ യാത്ര ചെയ്തിരുന്ന ആൾ ഉടൻ തന്നെ ആളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും ഇത് ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശ്രീജ, ഇത് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പ്രിൻസ്? രാത്രി ഇരുട്ടിലാണ് നമ്മൾ ഈ വിഷ്വൽസ് കാണുന്നത്. എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് ഇത് ആളുകൾ അറിഞ്ഞത്? ഈ കൊക്കയിലേക്ക് വാഹനം പതിക്കുന്നത് എങ്ങനെയാണ് ആളുകൾ അറിഞ്ഞത്? ശ്രീജ, കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് അപകടം നടന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജനവാസ മേഖലയാണ്. പ്രദേശത്ത് നാട്ടുകാരൊക്കെ ഉണ്ട്. ഇവർ ചേർന്നാണ് റോഡ് ചെല്ലുകയും തോന്നുന്ന ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയുമായിരുന്നു. അപ്പം രാജാക്കാട് പോലീസ് സംഭവ സ്ഥലത്തെത്തി ഈ ബീനയും ബോസിനെയും അടക്കമുള്ളവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പരിക്കേറ്റ ആളെയും ആശുപത്രിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ബീനയും ബോസും മരണപ്പെട്ട അവസ്ഥയായി. തുടർന്ന് ഇവരുടെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഒപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറിന്റെ ചികിത്സ നടക്കാനുള്ള നടപടികളൊക്കെ തന്നെയാണ് ഇപ്പോൾ മരണപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അറിയുന്നത്. എന്തായാലും ജനവാസ മേഖലകളോട് ചേർന്ന് ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കാൻ സാധിച്ചെങ്കിൽ പോലും ഇപ്പോൾ വാഹനത്തിലുണ്ടായിരുന്ന 3 പേരും മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ശ്രീജ, ഈ സ്ഥലം അങ്ങനെ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാവുന്ന ഒരു ഏരിയ ആണോ? ഇവർ സ്വാഭാവികമായും അവിടെ ഈ ഹൈ റേഞ്ച് മേഖലയും അല്ലെങ്കിൽ ഇത്തരം വളവുകളും ഒക്കെ പരിചയമുള്ള ആളുകളായിരിക്കുമല്ലോ. ഇവർ എവിടത്തുകാരാണ്? ഇവർ എവിടെ നിന്ന് എവിടേക്ക് പോവാണ്? അങ്ങനെയുള്ള വിവരങ്ങൾ, കാറിലാകെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ശ്രീജ, ഈ ബീനാമോളുടെ സഹോദരിയും ഒക്കെ പ്രദേശവാസികൾ തന്നെയാണ്. വളരെ അകലമല്ലാത്തതാണ് ഇവരുടെ വീടൊക്കെ വീഴുന്നത്. അതുകൊണ്ട് തന്നെ റോഡിനെ കുറിച്ചൊക്കെ വ്യക്തമായൊരു ധാരണയുള്ളതാണെങ്കിൽ പോലും ഇരുട്ടും വളവുമുള്ളൊരു പ്രദേശമാണ് വാഹനം. കൊടുംവളവുള്ളൊരു പ്രദേശവും വലിയ ഇരുട്ട് കഴിഞ്ഞ രാത്രികളൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ കൂടിയുണ്ട്. ഇപ്പം പ്രത്യേകിച്ചും മഞ്ഞിന്റെ സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അപകട സാധ്യത കൂടുതലുണ്ട്. അപ്പം വേഗത ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ച് ഇത് വ്യക്തമല്ല. വേഗതയിൽ വരുന്ന സമയത്തുണ്ടായ അപകടമാണോ എന്ന സംബന്ധിച്ചും വ്യക്തമല്ല. വേഗതയിൽ ഇറക്കമൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും നീന്തണം വിട്ടതാവാം എന്ന് കരുതുന്നുണ്ട്. എന്തായാലും അപകടം നടന്നു തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. 3 പേരും മരണപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. വലിയ കൊക്കകളുള്ള പ്രദേശമാണ്. പ്രദേശം പൊന്മുടി ഡാമിന്റെ ചേർന്നുള്ള പ്രദേശം. രാജാക്കാടിൽ നിന്നും പൊന്മുടിയിലേക്ക് പോകുന്ന പ്രദേശത്ത് വലിയ വളവുകളും വളവുകളും തുടർച്ചയായ വളവുകളും ഒക്കെയുള്ള പ്രദേശമാണ്. വേഗതയിലെത്തുമ്പോൾ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ വലിയ വീതിയുള്ള റോഡുകളല്ല, ഒത്തിരി വീതിയുള്ള റോഡില്ലാതെ ഇടുങ്ങിയ റോഡുകളൊക്കെ ഉള്ള പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇറക്കമൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും കിലോമീറ്ററോളം ദൂരത്തിൽ ഇറക്കം ഇറങ്ങി കഴിയുന്ന സമയത്തേക്ക് അപകടപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ രാത്രിയിൽ മഞ്ഞിന്റെ സാന്നിധ്യം ഒക്കെ കൂടി ഉണ്ടെങ്കിൽ അപകടത്തിന് സാധ്യത അധികം അവസ്ഥ കൂടിയുണ്ട്. അത് അലക്ഷ്യമായ ഒരു ഡ്രൈവിംഗ് കൂടി വേണമെങ്കിൽ കൃത്യമായും അത്തരത്തിലേക്ക് വേണം നമുക്ക് അനുമാനിക്കാൻ. പ്രത്യേകിച്ചും ഈ പ്രദേശത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ വേഗത്തിൽ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ ഉണ്ടായ അപകടമാവാം എന്ന് വേണം നമുക്ക് അനുമാനിക്കുമെങ്കിലും. ശരി പ്രിൻസ്, എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തിലാണ് പന്നിയാർകുട്ടിയിൽ കാറ് കൊക്കയിലേക്ക് മറിഞ്ഞ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ദമ്പതികളായ ബോസ്, റീന എന്നിവർ മരിച്ചു എന്നതായിരുന്നു ആദ്യ വിവരം. ഇപ്പോൾ ആ കാറിലുണ്ടായിരുന്ന 3ാമത്തെ ആളും മരിച്ചതായി സ്ഥിരീകരിക്കുന്നു. ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരിയാണ് ഈ മരിച്ച റീന. അപകടം എങ്ങനെ സംഭവിച്ചു എന്നതൊക്കെ വളരെ വിശദമായി ഇനി അറിയേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമികമായി നിയന്ത്രണം വിട്ട് കാർ കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു.